നാം ജീവിക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം കരഗതമാക്കുന്നതാരാ? മുസ്ലിമീങ്ങളാ. മറ്റു മതസ്ഥർ മതം പഠിക്കുന്നത് കുറവാണ്, പഠിക്കുന്നില്ല എന്നല്ല. ഹിന്ദുസ് മതം പഠിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചാളുകൾ മാത്രം. ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട്, കുറച്ചാളുകൾ മാത്രം. പക്ഷേ എല്ലാവരും മതവിദ്യാഭ്യാസം അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പഠിക്കുന്ന സാഹചര്യം ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിമീങ്ങളിലാണ്. മതത്തിന് എതിര് ചെയ്യുന്നത് ആരാണ്? മറ്റുള്ളവർ മതം പഠിക്കുന്നില്ല, അവർ മതത്തിന് എതിരൊന്നും ചെയ്യുന്നില്ല. പക്ഷേ മതം പഠിച്ചിട്ട് മതത്തിന് എതിര് ചെയ്യുന്ന ഒരേ ഒരു വിഭാഗം നമ്മുടെ ആൾക്കാരാ. ഒരു വിവാഹം നടക്കുന്ന ഒരു സദസ്സൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മറ്റു മതസ്ഥരുടെ വിവാഹങ്ങൾ വളരെ ഭക്തിയോടെ, ആദരവോടെ, ഭവ്യതയോടെ നടത്തുമ്പം മുസ്ലിമീങ്ങളുടേതോ എല്ലാവിധ മ്ലേച്ഛമായി ജനങ്ങൾ വെറുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങളും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പറയിപ്പിക്കാൻ വേണ്ടി, അങ്ങറ്റം പറഞ്ഞ പറയിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ടീമായിട്ട് മുസ്ലിം സമുദായം മാറുന്നൊരു സാഹചര്യം. മറ്റുള്ള മതക്കാർക്ക് പ്രശ്നമില്ല. അവരാണെങ്കിൽ അവരുടേതായ മതമനുസരിച്ച് മതത്തിനെതിരെ ചെയ്യാതെ മുന്നോട്ട് പോകുമ്പം നമ്മൾ മതം പഠിച്ച ആളുകൾ തന്നെ മതത്തിനെതിരെ ചെയ്യുന്നു. അവർക്ക് തന്നെ അറിയാം ഞങ്ങൾ ചെയ്യുന്നത് തിന്മയാണ്. അവരുടെ പിതാക്കന്മാർക്കും അറിയാം, അവരും പൈസ ചെലവാക്കുന്നു, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. വാപ്പ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇതൊന്നും ചെയ്തുകൂടാന്ന്? ആര് കേൾക്കാനാ? അല്ലെങ്കിൽ അവർ കുട്ടികളല്ലേ, അവർ ചെയ്യട്ടെ എന്ന രീതിയിൽ കുഴപ്പം ഡയലോഗ് പറഞ്ഞ് രക്ഷപ്പെടും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇങ്ങനെയുള്ള വാപ്പമാര് സ്വർഗത്തിലേക്ക് എത്തൂല. ദയ്യൂസ് എന്ന് പറയുന്ന ആള് സ്വർഗത്തിലേക്ക് എത്തൂല. ആരാ ദയ്യൂസ്? തൻ്റെ കുടുംബത്തിൽ അനാവശ്യ കാര്യങ്ങൾ നടന്നിട്ട് കണ്ടാമിണ്ടാതെ മുടക്കും, അതിനെല്ലാത്തിനും മൗനം സമ്മതമായിട്ട് നടക്കുന്ന പിതാക്കന്മാർ സ്വർഗത്തിലേക്ക് എത്തില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി